കേട്ടില്ല. കളിയാ അടുത്ത ചരക്ക് വരുന്നുണ്ട്. ഞാനിവിടെ കുറെ നാളായി വീഴ്ത്താൻ നോക്കുന്നത്, പക്ഷെ ഒരു മൈൻഡും ഇല്ല. ഞാനും ശ്രമിക്കാതില്ല. നല്ല മൂറ്റുള്ള അപ്പള. നമുക്ക് നോക്കാം, മുട്ടുവിൻ തുറക്കപ്പെടും എന്നല്ലേ. അതേ, ഞാനൊരു സൂത്രം ഒപ്പിക്കും, നീ എന്റെ കൂടെ നിന്നോളൂ. ശരി ശരി. അതെ, ഒന്നവിടന്നേ ഒരു കാര്യം പറയാണ്ട്. എന്താ എന്താ കാര്യം? അച്ഛനുണ്ടോ വീട്ടില്? ഇല്ല, അച്ഛൻ ട്രഷറി വരെ പോയിരിക്കുക. അപ്പോ ഇന്നിന് നോക്കണ്ടല്ലേ? അതെ, അച്ഛന് വളരെ വൈകിയേ വരൂ. എന്നാ ഞാനങ്ങട് അല്ല ഒരു കാര്യം, കുട്ടി എവിടെ നിന്ന്? അല്ല കുട്ടിപ്പോ എങ്ങോട്ടാ? ഞാൻ അമ്മണങ്ങാട് ക്ഷേത്രം വരെ. എന്തായാലും വിഷ്ണുമായ സ്വാമിനെ കാണാൻ ഇറങ്ങിയതല്ലേ, അപ്പൊ ഈ ഒരു കാര്യം കൂടി കേട്ടിട്ട് പോ. കുട്ടിയുടെ അച്ഛനെ, എൻ്റെ അച്ഛനോട് കുട്ടിയുടെ കല്യാണ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ വയ്യാണ്ട് കിടക്കാണ്, അപ്പൊ ആ കാര്യം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ. അതേ, ഇപ്പൊ പട്ടാമ്പിന്ന് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. അതൊക്കെ അച്ഛനോട് പറയായിരിക്കും നല്ലത്. അതൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞോളാം, പക്ഷെ ഈ ഒരു കാര്യം ആദ്യം തന്നോട് പറയണമെന്ന് തോന്നി. ചെക്കന് നല്ല ഉയരമുണ്ട്, കാണാൻ നല്ല സൗന്ദര്യമുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, സാമ്പത്തികം അത്ര മോശമല്ല. പക്ഷേ വിവാഹശേഷം കുട്ടികൾ ഉണ്ടാകുന്നവരോട് ചെക്കന് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ല. പരസ്പര സ്നേഹവും ബഹുമാനമാണ് പയ്യന് പ്രധാനം. ചുരുക്കം പറഞ്ഞ ചെക്കന് ലൈംഗിക ബന്ധത്തിന് താല്പര്യമില്ലാന്നർത്ഥം. നീ എന്ത് വൃത്തികേട് പെൺപിള്ളേർക്കുമ്പോ പറയാ? നീ വളച്ചൊടിച്ച് പറഞ്ഞ കാര്യം ഞാൻ പച്ചല് പറഞ്ഞു എന്നുള്ളൂ. ഞാൻ പറഞ്ഞതിന്റെയും നീ പറഞ്ഞതിന്റെയും അർത്ഥം ഒന്നല്ലേ നിങ്ങക്ക് പറയാൻ പറ്റുമോ? അത് പിന്നെ ഞാൻ പോവാ. കുട്ടി ഒന്നുകൂടെ വന്നേ. കുട്ടി ഈ വൃത്തികെട്ടവൻ പറഞ്ഞതൊന്നും കാര്യാക്കണ്ട. ഇപ്പൊ കാര്യം പറഞ്ഞ ഞാൻ വൃത്തികെട്ടവൻ. എടാ, ആ ചെക്കന് ഒരു റോബോട്ടിനെ പഠിച്ചു കൊടുക്കും. നീ പറഞ്ഞത് ശരിയാ. നമ്മുടെ നാട്ടില് പെണ്ണുങ്ങളെ കെട്ടാൻ നമ്മുടെ നാട്ടിൽ നല്ല ചെക്കന്മാരും ഉണ്ട്. നിങ്ങളെ പോലെ ജോലിയും കൂലി ഇല്ലാതെ തെക്ക് വടക്ക് നടക്കണ ആമ്പിള്ളേരല്ലേ നല്ല ആമ്പിള്ളേര്. ചെക്ക യൂറോപ്പിൽ എഞ്ചിനീയറാ. എന്താ കാര്യം? മണിയാശാന അടിച്ചു പോയില്ലേ? നീ ഇവിടെ കെട്ടിക്കാനല്ലേ നോക്കണത്? അതെ, ഇവരെ കല്യാണം കഴിഞ്ഞിട്ടേ ആ വീട്ടിലെ വേലക്കാരന് ഒഴിവുണ്ടെങ്കിൽ എന്നോട് പറയണേ, ഞാൻ റെഡിയാ. അതെ, ഇനിയെന്താ? അല്ല, കുട്ടിയുടെ സാമ്പത്തിക രീതി വളരെ മോശല്ലേ, ഈ കല്യാണത്തിന് സമ്മതിക്കില്ല നല്ലത്. നിന്റെ പെങ്ങളില്ലേ വീട്ടില് കെട്ടിക്കാൻ വെച്ചത്? ആ വണ്ടി ഉണ്ടല്ലോ, രണ്ടെണ്ണം കൂടി കെട്ടിച്ചു കൊടുക്ക് ഈ എഞ്ചിനീയർക്ക്.